120 സീറ്റിലെങ്കിലും ഇടതുപക്ഷം അധികാരത്തിലേക്ക് 2026 വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കേരളത്തിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കാത്തവണ്ണം കോൺഗ്രസ് ശിഥിലമാകും എന്ന് വ്യക്തമാകുന്നു. CPI അവരുടെ സംഘടനയിൽ തന്നെ CPI തന്നെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നവർ, VS സുനിൽകുമാറിനെ പോലുള്ളവർ, ശക്തമായി തന്നെ ആശയം മുന്നോട്ട് വയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, അവർ CPIM-ലേക്ക് ചേരുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. CPI-ക്കും CPIM-നും ഒരുപക്ഷെ മെർജിങ്, അതായത് ലേലം സാധ്യമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത്രമേൽ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു CPIM. കേരളത്തിലെ കോൺഗ്രസിനെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയുന്ന നിമിഷങ്ങളിലേക്കാണ് പോകുന്നത്. അത് കെ സുധാകരന് നല്ല രീതിയിൽ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മെല്ലെ മെല്ലെ ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ റോൾ BJP കൈയടക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇത് കൃത്യമായി കാണാം. ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷത്തു നിന്ന് തന്നെ നീങ്ങുകയും BJP അവിടെ ക്രിയാത്മക പ്രതിപക്ഷമാവുകയും ചെയ്യാനുള്ള ഏറെ സാധ്യതകൾ അവിടെയുണ്ട്. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇവിടെ ആരാണ് ഭരിക്കുന്നത്? CPIM ആണ് ഭരിക്കുന്നത്. ആരാണ് പ്രതിപക്ഷത്ത്? 35-36 സീറ്റുമായി BJP ആണ് പ്രതിപക്ഷത്ത്. കോൺഗ്രസ് എത്രയാണുള്ളത്? 100 സീറ്റിൽ വെറും 8 സീറ്റ് മാത്രം. എന്താണ് കോൺഗ്രസിന് അങ്ങനെ ആയിപ്പോയി? കോൺഗ്രസ്സുകാരെല്ലാം സംഘപരിവാറായി മാറുന്ന ഒരു അപൂർവ കാഴ്ചയായിരുന്നു. ഏത് വാർഡ് എടുത്ത് നോക്കിയാലും നിങ്ങൾ നോക്കിക്കോളൂ. ശരാശരി 10,000 വോട്ടർമാരുള്ള ഓരോ വാർഡുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-യും CPIM-ഉം അല്ലെങ്കിൽ BJP-യും ഇടതുപക്ഷവും തമ്മിൽ, CPIM-ഓ ഇടതുപക്ഷത്തിനകത്തുള്ള CPI-യോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പാർട്ടിയുമായിട്ടാണ് BJP-യുടെ മത്സരം. കോൺഗ്രസ് അവിടെ എല്ലായിടത്തും പരിപൂർണമായി ദയനീയമായി, വെറും 3-ാം സ്ഥാനമൊന്നല്ല, ദയനീയമായ 3-ാം സ്ഥാനമാണ് അവിടെ എത്തുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിലിരിപ്പ് അത്രയ്ക്കുണ്ട് എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ VD സതീശനും കോൺഗ്രസിനെ ആ ഒരു സമയത്തേക്ക്, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ VD സതീശന് മനസ്സിലാകും കേരളത്തിൽ ഇനി കോൺഗ്രസിന് ഒരു വരിയും ഇല്ല എന്നുള്ളത്. ജന്തർ മന്ദറിൽ CPIM നടത്തിയ സമരം CPM-ന് വേണ്ടി വളരാനുള്ള സമരമായിരുന്നില്ല. ലോക്സഭയിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള ഇലക്ഷൻ സ്റ്റണ്ടുമായിരുന്നില്ല. അതിനകത്ത് പങ്കെടുത്തത് നിരവധിയായ BJP ഇതര മുഖ്യമന്ത്രിമാരാണ്. അവരുടെയൊക്കെ രാഷ്ട്രീയം ശക്തമായും ഇന്ത്യയെ സ്നേഹിക്കാനും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിന്റെ അധികാരം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തോട് അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഹിതം തിരിച്ചു തരണം എന്ന്. അപ്പോഴാണ് നമ്മുടെ VD സതീശൻ പറയുന്നത്, ഈ സമരത്തിൽ ഞങ്ങൾ പങ്കുചേരില്ല, ഇത് പിണറായി വിജയൻ്റെ തട്ടിപ്പ് പരിപാടിയാണ്. നാണവും മാനവും ഇല്ലാത്ത നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിനകത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെന്ന സകലരും പ്രതിഷേധം നടത്തിയപ്പോൾ ആ പ്രതിഷേധത്തിന് പിന്തുണയുമായി വന്ന നേതാവാണ് മല്ലികാർജുന ഖാർഗെ. ആരാണ് അദ്ദേഹം? കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അതിലും വലിയ നേതാവൊന്നുമില്ലല്ലോ ഈ VD സതീശൻ, ഒന്നും അല്ലല്ലോ. അപ്പോൾ ഈ കേരളത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് കർണാടകം ഭരിക്കുന്ന കോൺഗ്രസും ദേശീയ അധ്യക്ഷനും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ പാർട്ടികളുടെ നേതാക്കളും അവിടെ വന്നു. കോൺഗ്രസ് അന്ധതയിലേക്ക് പോവുകയാണ്. BRM ഷഫീറിനെ പോലുള്ള ചാനലിൽ കൂലിക്ക് കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന പലരുമുണ്ട്. ഇവരൊക്കെ വിചാരിക്കുന്നതെന്ന് പറയുന്നത് ചുമ്മാ കൈ ചൂണ്ടി ചില ഡയലോഗുകളൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ CPM-നെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാമെന്നാണ്. ഇവരൊക്കെ കോൺഗ്രസിൻ്റെ ചില സൈബർ സ്പേസുകളിലെ വെറും നീർക്കുമളകൾ മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരൊക്കെ അല്പം എരിവും പുളിവും ചേർത്ത് ചില മസാലയൊക്കെ ചേർത്ത് ചില തട്ടുപൊളിപ്പൻ ഡയലോഗ് പറയുമ്പോൾ ഇരുന്ന് കൈയടിക്കുന്ന ഒരുപാട് ആളുകൾ കാണുമായിരിക്കാം. പക്ഷെ അവർക്കൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഈ മാഹാത്മ്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ അടുത്ത് മനോരമയിൽ വന്ന ഒരു വാർത്തയാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു, പകരം അൺഎയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൂടുന്നു. ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ കൂടുതലും നടത്തുന്നവരാ കോൺഗ്രസ്സുകാർ. ഇപ്പോൾ മനസ്സിലായില്ല മനോരമയുടെ ഉദ്ദേശം എന്താണ്?
ഇടതുപക്ഷമാണ് ഇവിടെ വന്നതിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പിനെ തന്നെ പരിഷ്കരിച്ചത്. ഇന്ന് ഏത് സർക്കാർ സ്കൂൾ നോക്കിയാലും അൺഎയ്ഡഡ് സ്കൂളിനേക്കാളും ബഹുകേമമാണ്. എല്ലാ ക്ലാസ്സുകളും ഡിജിറ്റലൈസ്ഡ് ആണ്, സംഭവബഹുലമാണ്. ആ യാഥാർത്ഥ്യത്തെ മൂടിക്കൊണ്ട് ഇങ്ങനെയുള്ള പളപളപ്പ് ഉള്ള അൺഎയ്ഡഡ് സ്കൂളുകളെ പരിപോഷിപ്പിക്കാനും വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കാനും ശ്രമിക്കുന്ന ബൂർഷ്വാസികൾ ഉള്ള നാട്ടിലാണ് CPIM എല്ലാ ബൂർഷ്വാസി മാധ്യമങ്ങൾക്കെതിരെയും എല്ലാ ബൂർഷ്വാസികൾക്കെതിരെയും ഒരു വലിയ പോരാട്ടം നടത്തി ഇവിടെ ഐതിഹാസികമായി വീണ്ടും അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്ന നേതാവിൻ്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനോട് ചൊരുക്ക് കാണും, പിണറായി വിജയനോട് അമർഷം കാണും. ആ അമർഷം എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.